വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലുകൂടി കുറിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ഭീമൻ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC മിക്കോൾ വിഴിഞ്ഞം തുറമുഖത്ത് വിജയകരമായി നങ്കൂരമിട്ടു. ഇതോടെ സിംഗപ്പൂർ, പോർട്ട്ലാൻഡ്, കൊളംബോ തുടങ്ങിയ ആഗോള തുറമുഖങ്ങളുടെ നിരയിലേക്ക് വിഴിഞ്ഞവും ഔദ്യോഗികമായി ഉയർന്നു കഴിഞ്ഞു. 400 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള MSC മിക്കോൾ കപ്പലിന് 24,000-ലധികം TEU കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. സാധാരണ ചരക്ക് കപ്പലുകളേക്കാൾ 6 ഇരട്ടിയിലധികം ചരക്ക് വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ സിംഗപ്പൂരിൽ നിന്നാണ് വിഴിഞ്ഞത്തെത്തിയത്. ഇവിടെയുള്ള ട്രാൻസ്ഷിപ്മെന്റ് പ്രക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം കപ്പൽ കാനയിലേക്ക് തിരിക്കും. നേരത്തെ മറ്റൊരു ഭീമൻ കപ്പലായ MSC ഐറീനയും വിഴിഞ്ഞത്തെത്തിയിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലാണ് ഇതോടുകൂടി പിന്നിടുന്നത്. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് പ്രതിമാസം ശരാശരി 60 കപ്പലുകൾ അടുക്കുന്നുണ്ട്. ഇതിലൂടെ 1.2 ലക്ഷം കണ്ടെയ്നറുകളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. തുറമുഖ യാർഡിന്റെ ഔദ്യോഗിക ശേഷി 36,000 TEU ആണെങ്കിലും പുറത്തെ ഗ്രൗണ്ടിൽ ഉൾപ്പെടെ നിലവിൽ 40,000 TEU കണ്ടെയ്നറുകൾ ദിവസവും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. തുറമുഖത്തിന്റെ ശേഷി ഇനിയും വർദ്ധിപ്പിക്കുന്നതിനായി അടുത്ത ഘട്ടത്തിൽ 1.2 കിലോമീറ്റർ യാർഡ് നിർമ്മാണമാണ് ലക്ഷ്യമിടുന്നത്. ഇത് 400 മീറ്റർ വീതമുള്ള 3 ഘട്ടങ്ങളായാണ് പൂർത്തിയാക്കുക. ഇതിൽ ആദ്യത്തെ 400 മീറ്റർ ബെർത്ത് അടുത്ത വർഷം ആദ്യവും രണ്ടാമത്തെ 400 മീറ്റർ അടുത്ത വർഷം അവസാനത്തോടെയും തുറക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ട്രാൻസ്ഷിപ്പ് മാത്രം നടന്നു വരുന്ന തുറമുഖത്തിൽ നിന്ന് ഈ മാസം അവസാനം റോഡ് മാർഗമുള്ള ചരക്കു നീക്കം നടക്കും. താൽക്കാലിക റോഡ് സംവിധാനമായെങ്കിലും ദേശീയപാത അധികൃതരുടെ അനുമതി കൂടി ലഭ്യമാകുന്നതോടെ ഇതിന് തുടക്കമാകും. അനുമതി തേടി അദാനി പോർട്ട് അധികൃതർ ഉടൻ കത്ത് നൽകും. കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങളോടും കയറ്റുമതി യൂണിറ്റുകളോടും കൂടിയ അത്യാധുനിക മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കും നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ മുന്നോട്ടു പോകും. 700 കോടി രൂപയാണ് നിക്ഷേപിക്കുക. വിഴിഞ്ഞം തുറമുഖ കമ്പനി കണ്ടെത്തിയ ഭൂമി കമ്പനി അധികൃതർ അംഗീകരിച്ചു. ഓയിൽ ബങ്കറിംഗ് പദ്ധതിക്ക് ഇന്ത്യൻ ഓയിലും തയ്യാറായി. തുറമുഖത്തിന്റെ 2 മുതൽ 4 വരെ ഘട്ടം ഒറ്റഘട്ടമായി നടത്തുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. അതിനിടെ അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ചരക്ക് നീക്കത്തിനുള്ള റെയിൽപാത നിർമ്മിക്കാൻ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. പദ്ധതി നിർവഹണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഈ ടെൻഡർ ക്ഷണിച്ചത്. നടപടി നേരത്തെ പൂർത്തിയായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പായതിനാൽ ടെൻഡർ വിളിച്ചിരുന്നില്ല. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് 9 കിലോമീറ്റർ ഭൂഗർഭപാത ഉൾപ്പെടെയാണ് നിർമ്മിക്കേണ്ടത്. ബ്രോഡ്ഗേജ് ലൈനാണിത്. ഭൂഗർഭപാതയൊരുക്കേണ്ടതിന്റെ സാങ്കേതിക വിദ്യയും രൂപകൽപ്പനയും നിർമ്മാണ കമ്പനി തയ്യാറാക്കണം. ഇലക്ട്രിക്കൽ വർക്ക്സ്, സിഗ്നൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇന്റഗ്രൽ ടണൽ കമ്മ്യൂണിക്കേഷൻസ്, വീഡിയോ സർവൈലൻസ് തുടങ്ങിയവയും പൂർത്തിയാകണം. കമ്പനിക്കോ സംയുക്ത കമ്പനികൾക്കോ പങ്കെടുക്കാം. ഓഗസ്റ്റ് 19 പകൽ 3 ടെൻഡർ തുറക്കും. നിർമ്മാണ ചെലവ് 913 കോടിയാണ്. 36 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണം. തുരങ്കപാതയ്ക്കുള്ള തുക വിഴിഞ്ഞം തുറമുഖ കമ്പനി വായ്പയായി എടുത്തിട്ടുണ്ട്. ബാലരാമപുരത്ത് നിന്ന് ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ്. ഉടൻ നഷ്ടപരിഹാര തുക കൈമാറും. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും വികസനത്തിന്റെയും പുതിയ മുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന നിലയിൽ രാജ്യാന്തര സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ കേരളത്തെ മുൻനിരയിലെത്തിക്കുന്ന ഒരു വിസ്മയമാണ് വിഴിഞ്ഞം. ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഏകദേശം 12,549.5 കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി ശുപാർശ ചെയ്തതോടെ കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി മാത്രമേ കടമ്പയായി മുന്നിലുള്ളൂ. നേരത്തെ വിഴിഞ്ഞം തെക്കേട നാവായിക്കുളം എന്നിങ്ങനെ 2 റീച്ചുകളായി നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്ന പദ്ധതി ഇപ്പോൾ 62.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒറ്റ പദ്ധതിയായി നിർമ്മിക്കാനാണ് തീരുമാനം. GST കൂടാതെ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് ചെലവ് ഏകദേശം 6,857 കോടി രൂപയാണ്. നിർമ്മാണത്തിന് മുന്നോടിയായുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം 1,267 കോടി രൂപയാകും. ഭൂമി ഏറ്റെടുക്കലിന് മാത്രം 4,450 കോടി വേണ്ടിവരും. ഇതിൽ പകുതിയാണ് സംസ്ഥാനം വഹിക്കേണ്ടത്, ഏകദേശം 2,225 കോടി രൂപ. സർവീസ് റോഡിന്റെ നിർമ്മാണ ചെലവായ ഏകദേശം 434 കോടി രൂപയും സംസ്ഥാനം വഹിക്കണം. ഇത് 5 വർഷം കൊണ്ട് ഗഡുക്കളായി നൽകിയാൽ മതിയെന്നത് മാത്രമാണ് ആശ്വാസം. സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ളതിൽ സാങ്കേതികമായി സങ്കീർണമായ ഹൈവേ പദ്ധതികളിലൊന്നാണ് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്. 30 മീറ്റർ വരെ കുന്നുകൾ ഇടിച്ച് പാത നിർമ്മിക്കാനുള്ള ആദ്യ പദ്ധതി പരിസ്ഥിതി പ്രശ്നങ്ങളും കേരളത്തിലെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും കാരണം അവസാനം മാറ്റുകയായിരുന്നു. മലഞ്ചെരുവുകളിലെ ജനസാന്ദ്രത കാരണം പാതയുടെ ദിശ മാറ്റുന്നതും പ്രായോഗികമല്ലാത്തതിനാൽ തുരങ്കങ്ങളും വയഡക്റ്റുകളും കൂടുതലായി ഉൾപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.